ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ദേവ് സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സർ, എല്ലാ കാര്യങ്ങളും ക്രിസ് സാറിനോട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റൊന്നുമല്ല, ബലരാമൻ സ്വന്തം ഏട്ടനാണെന്നുള്ളത്. കാരണം ആകെ പ്രശ്നമായിരിക്കുകയാണ്. ക്രിസ് സാറ് ആകെ ദേഷ്യത്തോടു കൂടി നടക്കുകയാണ്. കൺമണി ഇത് പറഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നമാവാതിരിക്കാനാണ് സർ എന്ന് പറയുന്നു. ഏട്ടനാണെന്ന് അറിഞ്ഞാൽ ഒന്ന് തണുക്കും, അതല്ലേ നമുക്കും വേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പീഡ് കാണിക്കുന്നത് മാനസിക തന്നെയാണ് കേട്ടോ. മാനസയാണെങ്കിലോ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അറിയാണ്. അതായത് നമ്മുടെ ഭാഗ്യശ്രീയും ലാലിയും അവിടേക്ക് വന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ദേവ് സാറിനോട് സംസാരിച്ചു, സാഗർ സാറിനെ ചോദിച്ചു എന്നൊക്കെ. അപ്പോൾ കൃഷ്ണനോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ അവരാരാണ്, എന്തിനാണ് അവിടേക്ക് വന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് ഇപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ലല്ലോ, ഇപ്പോൾ വീട്ടിലല്ലേ, അതുകൊണ്ട് തന്നെ കമ്പനിയിലെ കാര്യങ്ങളൊന്നും മാനസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടേക്ക് ആര് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ അത് ഞാൻ തിരക്കിക്കോളാം എന്നൊക്കെ മാനസയോട് പറയുന്നുണ്ട് കേട്ടോ. മാനസ ദേഷ്യത്തോടു കൂടി പിന്നെ നടക്കുകയാണ്. കാരണം കൃഷ്ണനോട് തനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴത്തേനും ആൻറ്റിയമ്മ വരുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം, എപ്പോൾ നോക്കിയാലും നിങ്ങൾ വഴക്ക് തന്നെയാണോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ആൻറ്റിയമ്മേ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. പിന്നെ കൃഷ്ണനെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ലാലിയെയും അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യശ്രീയെയും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സുമിത്രയും ബാലും കൂടി ഒരാൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു ഗുണ്ടയെ. അതുമാത്രമല്ല, ആ ഗുണ്ടയാണ് നമ്മുടെ സാഗറിനെ തീർക്കാനായിട്ട് വരുന്നതും. അങ്ങനെ ബലരാമനും ഐ സിയിലുണ്ടല്ലോ, ആ സമയത്ത് തന്നെ ബലരാമനാണ് സാഗറിനെ തീർത്ത് എന്ന വിവരം അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുജുവിനെ കേട്ടോ. സുജു ആണെങ്കിലോ ഒരു സംശയത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഇതെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ കിടക്കുന്നതിൽ. അതെന്തെങ്കിലും ഒരു മാറ്റം വരണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവനിവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. എനിക്കിവിടെ കിടപ്പ് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല സാഗർ, എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും ബലരാമൻ സാഗറിൻ്റെ ജീവൻ രക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെയെങ്കിലും സ്വന്തം മകനാണെന്നുള്ളത് സുജുവും സാഗറും തിരിച്ചറിയണം, തിരിച്ചും ബലരാമനും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. ഇതിലും നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക്